ശ്രീരാമനെ അവഹേളിച്ച തൃശൂർ എം.എൽ.എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എം.എൽ.എ. പി. ബാലചന്ദ്രനാണ് പുരാണത്തെ കളിയാക്കി പോസ്റ്റിട്ടത്. ശ്രീരാമനെയും സീതാദേവിയെയും അവഹേളിക്കുന്ന തരത്തിലാണ് പോസ്റ്റ്. സംഭവം വിവാദമായതോടെ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി. തുടർന്ന് പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു. അതേസമയം രാമായണത്തെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും അവഹേളിച്ച എം.എൽ.എക്കെതിരെ കമ്മീഷണർക്ക് പരാതി നൽകിയതായി ബി.ജെ.പി. ജില്ലാ നേതൃത്വം അറിയിച്ചു. രാമായണത്തിലെ കഥാപാത്രങ്ങളായ ലക്ഷ്മണൻ കൊണ്ടുവന്ന ഇറച്ചിയും പൊറോട്ടയും സീത രാമനും ലക്ഷ്മണനും വിളമ്പിക്കൊടുത്തുവെന്ന എം.എൽ.എ. പി. ബാലചന്ദ്രന്റെ പോസ്റ്റാണ് വിവാദമായത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ എം.എൽ.എ. പോസ്റ്റിട്ടത്. വിമർശനങ്ങളെ തുടർന്ന് മിനിറ്റുകൾക്കകം പോസ്റ്റ് പിൻവലിച്ചു. ഖേദപ്രകടനവും നടത്തി. എന്നാൽ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് എം.എൽ.എക്കെതിരെ ഉയർന്നത്. രാമായണത്തെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും അവഹേളിച്ച എം.എൽ.എക്കെതിരെ കമ്മീഷണർക്ക് പരാതി നൽകിയതായി ബി.ജെ.പി. ജില്ലാ നേതൃത്വം അറിയിച്ചു. വളരെ മോശമായ രീതിയിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് തൃശ്ശൂർ എം.എൽ.എ. പി. ബാലചന്ദ്രൻ ഇന്നലെ രാത്രി പോസ്റ്റ് ചെയ്തത്. ഹൈന്ദവ വിശ്വാസികളെ എത്രമാത്രം അപമാനിക്കാമോ അവഹേളിക്കാമോ അതിൻ്റെ അങ്ങേയറ്റമാണ് തൃശ്ശൂരിൻ്റെ എം.എൽ.എ. പി. ബാലചന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി പ്രകടിപ്പിച്ചിട്ടുള്ളത്. സമൂഹത്തിൽ ബോധപൂർവം കലാപമുണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയതിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്. രാമായണത്തിന്റെ ഒരു പ്രധാന ഭാഗം വളച്ചൊടിച്ചുകൊണ്ട് എം.എൽ.എ. മോശമായി ചിത്രീകരിച്ചു. എം.എൽ.എ. ആയിരിക്കാൻ പി. ബാലചന്ദ്രന് യോഗ്യതയില്ല. സംഭവത്തിൽ സ്പീക്കർക്ക് പരാതി നൽകുമെന്നും അതോടൊപ്പം ഹൈക്കോടതിയെയും സമീപിക്കുമെന്നും ബി.ജെ.പി. ജില്ലാ നേതൃത്വം അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ.